ആലപ്പുഴയിലെ മണ്ണിടിച്ചിൽ പെട്ടുപോയ അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കേരളം മുഴുവൻ. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇനി വരുന്ന 3 മണിക്കൂറുകൾ നിർണായകമാണ്. എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോഴും സൈന്യം എത്തുമോ അർജുനെ രക്ഷിക്കാൻ എന്നുള്ള പ്രതീക്ഷയിലാണ് കേരളം മുഴുവൻ. ജീവനോടെ എവിടെയോ അകപ്പെട്ട അർജുനെ എത്രയും വേഗം രക്ഷിക്കാനുള്ള ശ്രമം നടത്തണമെന്ന കുടുംബത്തിന്റെ അഭ്യർത്ഥനയ്ക്ക് തീരുമാനം. പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കുടുംബം കത്തെഴുതിയതിന് പിന്നാലെയാണ് നടപടി. ബംഗളൂരിൽ മണ്ണിടിഞ്ഞ് വീണ് കാണാതായ കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തിരച്ചിലിനൊടുവിൽ സൈന്യത്തെ വിളിച്ച കർണാടക സർക്കാർ. KC വേണുഗോപാൽ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമായി സംസാരിച്ചതനുസരിച്ച് കളക്ടറുടെ റിപ്പോർട്ട് സൈന്യത്തിന് കൈമാറി. അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നടപടി. രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിന്റെ സാന്നിധ്യം ഉടൻ ഉറപ്പാക്കണമെന്ന് അർജുന്റെ കുടുംബം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. അല്ലാതെയും ആർമി ഉദ്യോഗസ്ഥർ കുടുംബവുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും ഇതുവരെ ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞെന്നുമാണ് കുടുംബം പറയുന്നത്. ഇതിനിടെയാണ് രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തെ വിളിക്കാൻ കർണാടക സർക്കാർ തയ്യാറായത്. അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ മോശം കാലാവസ്ഥയെ തുടർന്ന് നിർത്തിവച്ചിരിക്കുകയായിരുന്നു. രാവിലെ 6:30 പുനരാരംഭിച്ചത്. മഴ കനത്തു പെയ്തതോടെ ഇനിയും മണ്ണിടിയാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തിരച്ചിൽ. മണ്ണിടിഞ്ഞു വീണ റോഡിന്റെ നടുഭാഗത്തു നിന്നും വൈകിട്ടോടെ ഒരു സിഗ്നൽ ലഭിച്ചിരുന്നു. പാറയും മണ്ണുമല്ലാത്ത വസ്തുവിന്റെ സിഗ്നലാണ് കിട്ടിയിരുന്നത്. സിഗ്നൽ ലോറിയുടേതാണെന്ന് ഉറപ്പിക്കാനായിട്ടില്ലെങ്കിലും 70% യന്ത്രഭാഗങ്ങൾ തന്നെ ആയിരിക്കാമെന്ന വിലയിരുത്തലാണ് പരിശോധന നടത്തുന്നത്. റഡാർ സംഘം സിഗ്നൽ ലഭിച്ച ഭാഗം മാർക്ക് ചെയ്ത കൂടുതൽ മണ്ണ് എടുത്ത് പരിശോധന നടത്തുന്നതിനിടെയാണ് മഴ ശക്തമായത്. ഇതോടെ മണ്ണ് വീണ്ടും ഇടിഞ്ഞേക്കുമെന്ന സംശയത്തിൽ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു. മംഗളൂരിൽ മണ്ണിടിഞ്ഞു വീണ് കാണാതായ കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുന്റെ രക്ഷാപ്രവർത്തനത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഭാര്യ കൃഷ്ണപ്രിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തെ വിന്യസിക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ കൃഷ്ണപ്രിയ ഇമെയിൽ വഴിയാണ് പ്രധാനമന്ത്രിക്ക് കത്തയച്ചത്. 5 ദിവസം പിന്നിട്ട തിരച്ചിലും അർജുനെ കണ്ടെത്താനായിട്ടില്ല. ഇതോടെയാണ് സൈന്യത്തെ കൂടി രക്ഷാപ്രവർത്തനത്തിന് നിയോഗിക്കണമെന്ന ആവശ്യവുമായി കുടുംബം രംഗത്തെത്തിയത്.